നമസ്കാരം, സ്വാഗതം സുഹൃത്തുക്കളെ. വെള്ളായണി കായൽ തിരുവനന്തപുരത്തെ ഒരു ശുദ്ധജല തടാകം. ഈ കായലിനെ പറ്റിയുള്ള പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ വീഡിയോയിൽ ഈ കായലിൻ്റെ 4 സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മാതിരി കിരീടം പാലവും അതിൻ്റെ പരിസര പ്രദേശവും. ഞാനിപ്പോൾ നിൽക്കുന്നതും ആ ഭാഗങ്ങളിൽ തന്നെയാണ്. ഇതുകൂടാതെ 3 ഭാഗങ്ങൾ കൂടി ഈ വീഡിയോയിലുണ്ട്. വീഡിയോ മുഴുവനായും കാണുക. വീഡിയോയിലേക്ക്. താങ്ക് യു. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ കായലിലേക്ക് പതിക്കുന്നു. മനോഹരിയായിരിക്കുന്നു വെള്ളായണി കായൽ. നേർത്ത കുളിർകാറ്റും ഇളം വെയിലും കായലും മനസ്സിനും ശരീരത്തിനും ആനന്ദം പകരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ സാധിക്കുമെങ്കിൽ രാവിലെ വരിക. എട്ട് മണി കഴിഞ്ഞാൽ വെയിലിന് കാഠിന്യമേറും. ഇതാണ് കിരീടം പാലം. നേരെ കാണുന്ന റോഡ് പോകുന്നത് പുഞ്ചക്കരി. വലത് ഭാഗം താഴേക്ക് പോകുന്ന റോഡ് വെള്ളായണി ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വഴിയാണ്. ഈ കാണുന്നത് കിരീടം പാലത്തിൻ്റെയും പുതിയ പാലത്തിൻ്റെയും അടിയിലൂടെ ഒഴുകുന്ന ഒരു കനാലാണ്. ഈ കനാലിനെ ഇവിടുത്തെ നാട്ടുകാർ കന്നുകാലിത്തോട് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ കാരണം ഇവിടെയുള്ള കർഷകർ അവരുടെ കന്നുകാലികളെ കുളിപ്പിക്കുന്നതും താറാവ് വളർത്തുന്നതും ഈ കനാലിലാണ്. ഈ പ്രദേശത്തിൻ്റെ യഥാർത്ഥ പേര് കല്ലാംപൊറ്റ എന്നാണ്. കിരീടം പാലം എന്ന പേര് ഈ സ്ഥലത്തിന് കിട്ടിയിട്ട് ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ. കിരീടം പാലം എന്ന പേര് ഈ സ്ഥലത്തിന് വരാൻ കാരണം ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. എങ്കിലും അറിയാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്കായി പറയാം. പണ്ട് കിരീടം എന്ന മലയാള സിനിമയുടെ ചില ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിരുന്നു. അതാണ് ഇങ്ങനെ ഒരു വിളിപ്പേരുണ്ടായത്. ശാന്തമായി കിടക്കുന്നു വെള്ളായണി കായൽ. പ്രകൃതി അതിമനോഹരിയായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു വെള്ളായണി കായലിനെ.
ഈ കാണുന്ന ചെറുവള്ളങ്ങളാണ് മീൻ പിടിക്കാനും താമരപ്പൂവും ഇലയും പറിക്കാനായി പോകുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത്. കോളിയൂർ കായലിൻ്റെ ഭംഗി ആസ്വദിക്കാനും കായൽ കാറ്റേൽക്കാനും സന്ദർശകർ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അക്കരെ മുകളൂർ മൂലയിൽ കണ്ട മാതിരിയുള്ള ചെറുവള്ളങ്ങൾ ഇക്കരെയുമുണ്ട്. ഈ കാണുന്നത് കോളിയൂർ ഭാഗത്തെ കായലിൻ്റെ തീരത്തുള്ള ഒരു കെട്ടിടമാണ്. ഇവിടെ ചെറിയൊരു ഹോട്ടലുണ്ട്. ഇത് ഈ വീഡിയോയിൽ 4ാം ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന കാക്കാമൂല. ഇവിടെ പാലത്തിൻ്റെ പണി നടക്കുന്നതിനാൽ സന്ദർശകർക്ക് വിലക്കുണ്ട്. മറ്റ് 3 സ്ഥലങ്ങളെപ്പോലെ തന്നെ ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ് കാക്കാമൂല. നിങ്ങൾ ഈ കാണുന്ന ആർച്ചിനകത്തുകൂടി പോകുന്ന റോഡ് നേരെ പോയാൽ കിരീടം പാലത്തിലെത്താം. ഇതാണ് കിരീടം പാലത്തിൻ്റെ അവിടെ എത്താനുള്ള യഥാർത്ഥ വഴി. പുഞ്ചക്കരി വഴി ആൾക്കാർ വരുന്നുണ്ട്. വെള്ളായണി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയാണ് ആ കാണുന്നത്. ഇവിടുന്ന് നേരെ പോകുന്ന റോഡ് എൻ്റെ ഈ വീഡിയോയിലെ 2ാമത്തെ ഭാഗമായ മുകളൂർ മൂല, ആ ഭാഗത്തേക്കുള്ള റോഡാണ്. ഇതാണ് മുകളൂർ മൂല കായലോരം ഭാഗത്തേക്ക് പോകേണ്ട വഴി. നേരെ വലതു ഭാഗത്ത് കാണുന്ന 3 നില കെട്ടിടത്തിൻ്റെ തൊട്ട് മുന്നിലായി അകത്തേക്കൊരു റോഡ് തിരിഞ്ഞു പോകുന്നുണ്ട്. ആ റോഡിലൂടെ വേണം താഴേക്കിറങ്ങിയാൽ കായലിൻ്റെ അരികിലെത്താം. ഇതാണ് എൻ്റെ വീഡിയോയിലെ 3ാം ഭാഗമായി ഞാൻ കാണിച്ചിരിക്കുന്ന കോളിയൂർ ഭാഗത്തേക്കുള്ള വഴി. പൂങ്കുളത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ കോളിയൂർ ജംഗ്ഷൻ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത സ്റ്റോപ്പ് മുട്ടയ്ക്കാട്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇടത് സൈഡിൽ റോഡ് അകത്തോട്ട് തിരിഞ്ഞു പോകും. അത് നേരെ ചെന്നിറങ്ങുന്നത് കായൽക്കരയിലാണ്. അവിടെ ഇടത് ഭാഗത്തായിട്ട് തന്നെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ ഒരു ബോർഡും നിങ്ങൾക്ക് കാണാം.